പൊട്ടിയ ബക്കറ്റുകളൊന്നും കളയരുതേ. കണ്ടോ, ഇതൊരു പൊട്ടിയ ബക്കറ്റാണ്. കണ്ടോ, പൊട്ടിയ ബക്കറ്റാണ്. ഈ പൊട്ടിയ ബക്കറ്റിനകത്താണ് ഇതാ ഒരു സപ്പോട്ട നട്ടിരിക്കുന്നത്. ഇത് നട്ടിട്ട് ഏതാനും കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. വാങ്ങി നട്ടിട്ടേ കുറേ മാസങ്ങളെ ആയുള്ളൂ. ഇതാ ഇതിനകത്ത് നിറച്ച് കണ്ടോ കാകൾ. അപ്പോൾ ഇതിനൊക്കെ നടുന്നതിനും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വിഷാംശങ്ങളില്ലാത്ത പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതുപോലെ 2 പൊട്ടിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ വാങ്ങിച്ച് വെച്ചാൽ ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഈ കമ്പോസ്റ്റുകളും കരിയിലകളും പിന്നെ ഇതൊക്കെ തീയിടുന്ന ചാരവും എല്ലാം കൂടെ വാരി ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇത്തിരി പിന്നെ കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ ആടിൻ്റെ കാഷ്ടോ എന്താ കിട്ടുന്നത് അതോ ഇതിനകത്തങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഇത് ഫലം ഉണ്ടാവും. കണ്ടോ, പൂത്ത് നിറച്ച് പൂക്കളായിട്ട് നിൽപ്പുണ്ട്. പൂക്കളും കായ്കളുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പേര കണ്ടോ, പേരയും ഒരു കവറിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പേരയിലും ഇതാ കാകൾ നിൽപ്പുണ്ട്. കണ്ടോ, പേരയ്ക്ക നിൽക്കുന്നുണ്ട്. കണ്ടോ, പേരയ്ക്ക. ഇതിനെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു ബക്കറ്റിനകത്തോട്ടോ ഒരു പൊട്ടിയ ചരുവത്തിനകത്തോട്ടോ വെക്കണം. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ കുറേ ദിവസമായി കൊണ്ട് വെച്ചിട്ട്. അപ്പം ഈ പേരയിലും ഇതുപോലെ നമുക്ക് ബക്കറ്റിനകത്തോ എന്തിനകത്തെങ്കിലും നമുക്ക് നടാൻ പറ്റും. കണ്ടോ പേര. അപ്പം ഇതുപോലെ വേറെ ഇതാ ഒരു സപ്പോട്ട കണ്ടോ, അതും ഇതുപോലെ കവറിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഇതും കവറിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് സപ്പോട്ട. പിന്നെ അതുപോലെ നമ്മളെ ബാരലിൻ്റെ പൊട്ടിയ ബാരലാണ്. ഇതും ഉപയോഗശൂന്യമായിട്ടുള്ള ബാരലാണ്. അതിൻ്റെ പകുതി മുറിച്ച് കളഞ്ഞിട്ട് പകുതിയിലോട്ടാണ് ഇതുപോലെ മണ്ണും വളവും എല്ലാം ചേർത്തിട്ട് കണ്ട മാവ് നട്ടിരിക്കുന്നത്. കണ്ടോ മാവ് ഇത്രയും അങ്ങ് വളർന്ന് കണ്ടോ, ഇത്ര ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് മാവ്. ഇതെല്ലാം ഇതുപോലെ ബാരലിനകത്താണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ബാരലിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സപ്പോട്ട, വീണ്ടും സപ്പോട്ടകൾ വേറെ ഇഷ്ടം ഉണ്ട്. കണ്ടോ, ഇതെല്ലാം വീട്ടിൻ്റെ മുറ്റത്താണ്, മതിലിനോട് ചേർന്നാണ്. വലിയ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നട്ടിരിക്കുന്നത്. കണ്ടോ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ മാവ് സപ്പോട്ട നിറഞ്ഞ് നിൽപ്പുണ്ട്. കണ്ടോ, അതും ഇതാ ബാരലിനകത്താണ് ഇരിക്കുന്നത് സപ്പോട്ട. ഈ സപ്പോട്ട ഇരിക്കുന്നത് കണ്ടോ ബാരലിനകത്താണേ. അപ്പം അതിനകത്ത് നിറച്ച് കാകൾ കണ്ടോ നിൽക്കുന്നത്. മാവ് ഇനിയിപ്പോൾ ഉടനെ കായ്ക്കാറായി മാവും. കണ്ടോ മാവിന് ഇത്രയും തടിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഈ മാവ് ഇതാണ്ട് ഇനിയിപ്പോൾ എടുത്ത പൂക്കുന്ന സമയമാകുമ്പോൾ ഇതും നിറച്ച് കാകളുണ്ടാകും. അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ടെങ്കിലേ ബാരലോ ബക്കറ്റോ പൊട്ടിയ ചരുവങ്ങളോ ഒന്നും നമ്മൾ എറിയേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് ഉപയോഗമുണ്ട്. ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാൽ അതൊരു അലങ്കാര ചെടിയായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് പഴവർഗ്ഗങ്ങളും കിട്ടും. വിഷാംശം ചേടാത്ത പഴങ്ങൾ കഴിച്ചൂടെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കണ്ടിഷ്ടപ്പെട്ടവർ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.